പതിയിൽ പാതിയാണല്ലോ പത്നി. ഇവൾ തന്നെ മഹാദേവന്റെ അഭിഷേകത്തിനുള്ള വെള്ളം കൊണ്ടുവന്ന് അഭിഷേകം സമ്പന്നമാക്കണം. എന്നാൽ മാത്രമേ പ്രായശ്ചിത്തം നിറവേറുകയുള്ളൂ, പാപ പരിഹാരവും നടക്കുകയുള്ളൂ, ശാപവിമോചനം ലഭിക്കുകയും ചെയ്യും. സാരമില്ല ഗുരുക്കളെ, എന്റെ ദേവേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാനും എന്റെ കുഞ്ഞും ഈ അഭിഷേകത്തിൽ പങ്കുചേർന്നോളാം. അജയേട്ടാ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒന്നും അറിയില്ല ഊർമിളെ. നീ തന്ന ഫോൺ നമ്പർ ട്രേസ് ചെയ്യിച്ചു. ലാസ്റ്റ് ലൊക്കേഷൻ ഹോസ്പിറ്റലിന് അടുത്തായിട്ടാ കാണിക്കുന്നത്. ചന്ദ്രിക ഹോസ്പിറ്റലിൽ വന്നിരുന്നോ? അവൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് അവളുടെ പണി തന്നെ, സംശയമില്ല. ആർക്കറിയാം. ഹോസ്പിറ്റലിലും അങ്ങോട്ടുള്ള എല്ലാ വഴിയിലുമുള്ള CCTV ഫുട്ടേജും ചെക്ക് ചെയ്തു. ഒരിടത്തും ചന്ദ്രികയെ കണ്ടില്ല. അപ്പൊ ദേവനും വൈദേഹി എവിടെ പോയതായിരിക്കും? ഇവിടെ ആരായിരിക്കും ഇവരെ കൊണ്ടുപോയത്? ആരും കണ്ടിട്ടുമില്ല, ആരും ഒന്നും അറിഞ്ഞിട്ടുമില്ല. ഇനി ആ മഹാദേവൻ വിചാരിച്ചാലേ എന്റെ മക്കളെ രക്ഷിക്കാനാവോ? എന്തുവമ്മേ, നമ്മുടെ രാജഗുരുക്കൾക്ക് എങ്ങനെയെങ്കിലും നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞാലോ? നല്ല നേരത്തെ നീ ഓർമ്മിപ്പിച്ചത്. അജയ, നീ ഒന്ന് ആശ്രമത്തിലേക്ക് വിളിച്ചേ. ഗുരുക്കൾ അവിടെ ഉണ്ടോന്ന് അറിയണ്ടേ? ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലാന്ന് പറ. ഇപ്പൊ വിളിക്കാം. ഹലോ, ഞാൻ കൊട്ടാരം വീട്ടിൽ നിന്ന് അജയനാ വിളിക്കുന്നത്. ഗുരുക്കൾ ആശ്രമത്തിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയേ. ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഗുരുക്കളിപ്പോ ആശ്രമത്തിലില്ല. ഇല്ലെന്നോ? എവിടെ പോയതാ? ഗുരുക്കളിപ്പോ ആശ്രമത്തിൽ ധ്യാനത്തിനിരിക്കുന്ന സമയമല്ലേ? അത് ശരിയാണ്. പക്ഷെ ഇന്ന് ധ്യാനത്തിൽ നിന്ന് പകുതി വഴിക്ക് എഴുന്നേറ്റ് പോകുന്നത് കണ്ടു. ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ടാ പോയത്. എവിടേക്കാ പോയത്? അമ്പലത്തിലേക്കാന്നാ പറഞ്ഞത്. തിരിച്ചു ഞങ്ങളെ ഒന്ന് തീർച്ചയായിട്ടും വിളിക്കാൻ പറയണേ. തീർച്ചയായും പറയാം. അമ്മേ, ഗുരുക്കൾ ആശ്രമത്തിൽ ഇല്ല അത്രേ. കാലത്ത് തന്നെ അമ്പലത്തിലേക്ക് പോയിന്ന്. ഇനി ഏത് അമ്പലം എങ്ങനെ കണ്ടുപിടിക്കും? ദേവനും വൈദേഹി എവിടെയാണെന്നറിയാനുള്ള ഓരോ വഴികളും ഇങ്ങനെ അടഞ്ഞു പോകുന്നത് എന്താ മഹാദേവ? ഈ കുടുംബത്തെ പിടിച്ചു നിർത്തേണ്ട തായ് വരെ അവരെ മാത്രം നീ കൊണ്ടുപോകല്ലേ ഭഗവാനെ. സംഭവങ്ങളുടെ കിടപ്പെല്ലാം അറിയുന്നത് വരുണിനും സുഹാസിനി ചെറിയമ്മയ്ക്കും മാത്രമോ? ചന്ദ്രിക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരുണിന് അറിയായിരിക്കും. പക്ഷെ അറിയില്ല എന്നല്ലേ തീർത്ത് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു എന്ന് കരുതി വെറുതെ വിടാവുന്ന ക്യാരക്ടർ അല്ലല്ലോ അവൻ. ഗ്രാമത്തിൽ വെച്ച് ദേവന്റെ കാര്യത്തിലും അവസാന നിമിഷം വരെ അവനൊന്നും അറിയില്ലെന്നും പറഞ്ഞ് പിടിച്ചു നിന്നില്ലേ? ഒടുവിലെല്ലാം തെളിവോടെ മുന്നേ നിർത്തിയപ്പോ വേറെ വഴിയില്ലാണ്ട് സമ്മതിച്ചു. ചേച്ചി പറയുന്നതിലും കാര്യമുണ്ടമ്മേ. കണ്ണടച്ച് വിശ്വസിക്കുന്നതും ശരിയല്ല. ഇപ്പൊ ഒരുപാട് മാറി തെറ്റൊന്നും ചെയ്യാറില്ലെന്നാ പറഞ്ഞേ. വരുണേട്ടൻ അങ്ങനെ പറഞ്ഞെങ്കിലും മനസ്സിനകത്ത് മുഴുവനും കള്ളത്തരമായിരുന്നല്ലോ. പിന്നീടല്ലേ അത് പുറത്തു വന്നത്. അതുപോലെ തന്നെയായിരിക്കും ഇതും. ചോദിച്ചാ ചിലപ്പോ കാര്യം അറിയാൻ പറ്റും, അറിയാത്ത പോലെ അഭിനയിക്കുന്നതാ. നീ പറഞ്ഞത് സത്യം വസുമതി. പക്ഷെ എത്ര ചോദിച്ചിട്ടും സത്യം മാത്രം പറയുന്നില്ല. അന്നും ഇതുപോലെ അവന്റെ ജീവൻ അപകടമാവും അറിഞ്ഞപ്പോഴല്ലേ സത്യം പറഞ്ഞേ. ഇപ്പോഴും അതുപോലെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോ അവൻ സത്യം പുറത്തു പറയും. സത്യം പറഞ്ഞേ പറ്റൂ എന്നുള്ളൊരവസ്ഥയിൽ അവനെ കൊണ്ട് എത്തിക്കണം. എന്നാൽ മാത്രമേ അവൻ വാ തുറക്കൂ. ഇപ്പൊ നമുക്കുള്ള ഏക വഴി വരുൺ മാത്രമാണ്. സത്യമാണ്.
നമ്മൾ മറ്റു വല്ലയിടത്തും അന്വേഷിച്ചിട്ട് കാര്യമില്ല. കള്ളൻ വീട്ടിൽ തന്നെയുണ്ട്. വരുണിനെ പുകച്ചു പുറത്തു കൊണ്ടുവന്ന് വൈദേഹിയും ദേവനും എവിടെയാണെന്ന് അവനെ കൊണ്ട് തന്നെ തത്ത പറയും പോലെ പറയിക്കണം. ओम हिरण्यवर्णां हिरणीं सुवर्णरजतस्यां चन्द्रां हिरण्मयीं लक्ष्मीं जातवेदो मावः ताम् आह जातवेदो लक्ष्मीमनुपगामिनीम् ഓം നമഃ ശിവായ. ഹോമം സമ്പന്നമായിരിക്കുന്നു. അഭിഷേകവും കൂടി കഴിഞ്ഞാൽ വൈദേഹിയുടെയും ദേവന്റെയും കൈകളിലൂടെ പൂർണാഹൂതി സമർപ്പിക്കാം. വൈദേഹി ആരെ വിളിച്ചോണ്ടുവരിക? ഞാൻ വിളിച്ചോണ്ട് വരാം ഗുരുക്കളെ. ചെല്ലു. തളരരുത്, കുറച്ചുകൂടെ ഒന്ന് പിടിച്ചു നിൽക്കണം. ഇനി ഒരു കുടം കൂടി ഒഴിച്ചാ 108 കുടവും പൂർത്തിയാകും. അപ്പോഴേക്കും അവിടെ ഹോമവും പൂർത്തിയാകും, പൂർണാഹൂതിയും പൂർത്തിയാകും. ഒരല്പം കൂടി ഒന്ന് സഹിക്ക്. ഈ ഒരു കുടം കൂടി എങ്ങനെയെങ്കിലും എടുക്കും. ഗുരുക്കളെ, ഗുരുക്കളെ, അവിടെ കിണറിന്റെ അടുത്ത് വൈദേഹി ബോധം കെട്ട് വീണു. എന്ത് വീണെന്നോ? അതെ. വരിക. വരൂ ഗുരുക്കളെ, അവിടെ നോക്കൂ. ആ ചാക്ക് കെട്ടഴിക്കൂ.
മോളെ വൈദേഹി, ഇതാണല്ലോ മഹാദേവന്റെ ആഭരണങ്ങള്. ഇപ്പൊ നിനക്ക് മാത്രമേ വരുണിന്റെ വായിൽ നിന്ന് സത്യം പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. വൈദേഹിയുടെയും ദേവന്റെയും ജീവൻ ഇപ്പൊ നിന്റെ കൈകളിലാണ്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഉണ്ട് ഓർമ്മലേച്ചി. വരുണേട്ടൻ ഒരു തെറ്റും ചെയ്തിരിക്കില്ലെന്നാ ഞാനും ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്. വരുൺ ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും സത്യം അവൻ അറിയാമെന്നുള്ളത് ഉറപ്പാണ് വസുമതി. അതാണിപ്പോ നമുക്ക് വേണ്ടത്. ഈ കോഫി കൊണ്ട് കൊടുത്തിട്ട് അവൻ പോലും അറിയാതെ ഈ ഫോൺ അവന്റെ മുറിയിൽ വെച്ചിട്ട് പോരെ. ശരി ഓർമ്മലേച്ചി. അവര് രണ്ടുപേരും എവിടെ പോയതായിരിക്കും? ആ അതാ എനിക്കും പിടികിട്ടാത്ത. വരുണേട്ടാ, കോഫി. ദാ അമ്മേ, കോഫി എടുത്തോളൂ. എന്താ വസു, എന്താ ഇവിടെ തന്നെ നിൽക്കുന്നെ? വല്ലതും പറയാനുണ്ടോ? പറയാൻ വന്നതല്ല, അറിയാൻ വന്നതായിരിക്കും. വൈദേഹിയും ദേവനും ഇപ്പൊ എവിടെയാണെന്ന് നമുക്കറിയാമോന്ന് ചോദിച്ചിട്ട് വരാൻ കോഫിയുടെ പേരും പറഞ്ഞ് എല്ലാരും കൂടി ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതായിരിക്കും. എന്നെ ആരും ഇങ്ങോട്ട് പറഞ്ഞയച്ചതല്ല. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. വരുണേട്ടൻ ഇതിൽ ഒരു കയ്യും ഇല്ലല്ലോ അല്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ വസുമതി. അവര് വിശ്വസിച്ചില്ല. നിനക്കും എന്നെ വിശ്വാസമില്ലല്ലേ? അല്ല, നീ എന്തോ പറയാനല്ലേ വന്നേ? അതെന്താണെന്ന് പറ. ചന്ദ്രികയെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തു അത്ര. എന്ത്? സത്യ വരുണേട്ടാ, ചന്ദ്രിക ആരുടെങ്കിലും പേര് പറഞ്ഞ അവരെയും പിടികൂടുന്ന അത്ര പറഞ്ഞേക്കുന്നത്. വരുണേട്ടന്റെ പേര് പറയൂന്നാ ഇപ്പൊ എന്റെ പേടി. നിങ്ങൾക്ക് വല്ലതും അറിയാമെങ്കിൽ അതങ്ങ് പറഞ്ഞൂടെ? കഷ്ടമുണ്ട് അവരുടെ കാര്യം. വൈദേച്ചിയും ദേവേട്ടനും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ തെറ്റ് പറ്റിപ്പോയെന്നൊരു വാക്ക് പറഞ്ഞാൽ ക്ഷമിക്കാനുള്ള മനസ്സുണ്ട് അവർക്ക്. അത് ശരി, ഞങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ? മനസ്സിലായില്ലെന്നുണ്ടോ? എന്റെ മനസ്സിലെ പേടി അറിയാഞ്ഞിട്ടാ. വരുണേട്ടൻ എന്തെങ്കിലും അപകടം പറ്റിയാ പിന്നെ എനിക്കത് സഹിക്കാൻ പറ്റുമോ? സത്യമായിട്ടും പറയാ വസുമതി, അവരെ കുറിച്ച് എനിക്കറിയില്ല. ചന്ദ്രികയായിട്ടും എനിക്ക് ഒരു ബന്ധവുമില്ല. നീ ധൈര്യമായിട്ടിരിക്ക, പോയിക്കോ. ചേച്ചി, അവര് സംസാരിക്കുന്ന വല്ലതും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ശരിക്കും ചന്ദ്രികയെ പോലീസ് പിടിച്ചു കാണോ? എന്നല്ലേ വസുമതി പറഞ്ഞിട്ട് പോയത്? അതുകൊണ്ടാ ഫോൺ ചെയ്തിട്ട് കിട്ടാത്ത. പിടിച്ചു എന്നുള്ളത് ഉറപ്പാണമ്മേ. അതിരിക്കട്ടെ, ദേവനും വൈദേഹിക്ക് എന്താ പറ്റിയേ? ചന്ദ്രിക അവരെ കിഡ്നാപ്പ് ചെയ്തെന്നുള്ളത് സത്യമാണോ? അതാണ് എനിക്ക് മനസ്സിലാവാത്തെ. കിട്ടിയ അവസരം കളയരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാ. അതിനിടയ്ക്ക് ആരും അറിയാതെ അവരെവിടെ പോയി. നേരം വെളുത്ത് റൂമിൽ ചെന്ന് നോക്കിയപ്പോ അവരവിടെ ഇല്ല. ഇവിടെ ഉള്ളവരെ പോലെ തന്നെ അവരെവിടെ പോയെന്ന് നമുക്കൊരു മിസ്റ്ററി ആയിരിക്കാണല്ലോ. വരുൺ മാറിയിട്ടില്ല വസുമതി. എന്തിനാന്നറിയില്ല അവൻ നിന്റെ അടുത്ത് നല്ലവനായിട്ട് അഭിനയിക്കുക. മനസ്സിലാവുന്നുണ്ട് ചേച്ചി. എന്നോട് ഇഷ്ടമില്ലാത്ത ഒരാള് എന്നോട് നല്ല രീതിയിൽ പെരുമാറിയിട്ട് എന്ത് പ്രയോജനം? ഒരു ലാഭവും ഇല്ലാതെ വരുണൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കില്ല. നിന്നോടവൻ നല്ല രീതിയിൽ പെരുമാറുന്ന എന്തിനാണെന്ന് നമുക്ക് പിന്നീട് കണ്ടുപിടിക്കാം. പക്ഷെ ഇപ്പൊ ദേവനും വൈദേഹി എവിടെയാണെന്നുള്ളത് അവർക്കറിയില്ല. വാ. അമ്മേ, എന്തു പറ്റി ഓർമ്മളെ?
എന്തെങ്കിലും വിവരം അറിഞ്ഞോ? ചോദിച്ചോ? ഞാൻ പറയുന്ന കേക്ക്. വരുണനും സുഹാസിനി ചെറിയമ്മയ്ക്കും വൈദേഹിയും ദേവനും എവിടെയാണെന്ന് ഒന്നും അറിയില്ല. അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആവാൻ വഴിയില്ല. ചന്ദ്രിക എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഉറപ്പായിട്ടും ഇവരുടെ പങ്കാളിത്തം ഉണ്ടാവും. അവര് പറയുന്നത് കള്ളത്തരവാ. അവര് മാറിയിട്ടില്ല. മാറിയിട്ടില്ല എന്തു അമ്മേ, അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ വസുമതിയുടെ അടുത്ത് പോലും എന്തോ ദുരുദ്ദേശം ഉള്ളതുകൊണ്ടാണ് അവൻ നല്ലവനായിട്ട് അഭിനയിക്കുന്നത്. ദേവന് ജീവൻ അപകടമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോ ഹോസ്പിറ്റലിൽ അവരെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരവിടെ എത്തിയപ്പോഴേക്കും അവരെ കാണാതായിരിക്കുന്നു. ഇത് അവര് പറഞ്ഞറിഞ്ഞതല്ല, അവര് തമ്മിൽ സംസാരിക്കുമ്പോ ഞങ്ങൾ രണ്ടുപേരും കേട്ടതാ. അതുകൊണ്ട് വിശ്വസിക്കാം. ഇന്ന് പിന്നെ ദേവനും വൈദേഹി എവിടെയാ? നമ്മൾ പോലും അറിയാതെ അവരെവിടെ പോയതോ? ഇനി എന്തെങ്കിലും പറ്റിയോ? ഓരോ നിമിഷം കഴിയും തോറും പേടി കൂടി കൂടി വരിക. അവരിപ്പോ എവിടെയാണോ എന്തോ. എന്റെ കുഞ്ഞൊരു വരപ്രസാദമാണ്. ഏത് ആപത്തും എന്റെ അടുത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ എന്റെ മോൾ അറിയിക്കും. ഇപ്പോഴാ എനിക്ക് ഓർമ്മ വന്നത്. കുഞ്ഞാവ അവരോട് വല്ലതും പറഞ്ഞതായിരിക്കോ? അവള് പറഞ്ഞതിന്റെ പേരില് അവരെങ്ങോട്ടെങ്കിലും മാറിയതാവോ? അതായിരിക്കും സംഭവിച്ചിരിക്കുക. ഊർമിള, നീ എന്തേ പറയുന്നത്? കുഞ്ഞാവ എന്ത് പറഞ്ഞുന്നാ? അല്ല, ഏതേ കുഞ്ഞുവാവ? ഈ വീട്ടിലെ അടുത്ത തലമുറ, വൈദേഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്. കുഞ്ഞാവ പറയുന്നതേ വൈദേഹി അനുസരിക്കാറുള്ളൂ. അത് അതേപടി നടക്കുകയും ചെയ്യും. നീ എന്തായി പറയുന്നത് ഊർമിളെ? വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് സംസാരിക്കുന്നോ? ഞാനും വിശ്വസിക്കില്ലായിരുന്നു എന്തു അമ്മേ. തെളിവ് സഹിതം ആ ശിവ സാധു തന്നെ വൈദേഹിയോട് ഇത് പറയുന്നത് ഞാൻ കേട്ടതാ. അതിനുശേഷം വൈദേഹിയും പറഞ്ഞിരുന്നു. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞെങ്ങനെ സംസാരിക്കാനാ? സത്യമാണമ്മേ. വരുണനോടും ചെറിയമ്മയോടും ഒത്തുചേർന്ന് ഞാനും തെറ്റുകൾ ചെയ്തു കൂട്ടിയിരുന്നതല്ലേ. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് അവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞ് പറഞ്ഞതുകൊണ്ടാ. എന്തെങ്കിലും ഒരു ആപത്ത് വരുന്നുണ്ടെങ്കിൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അത് നേരത്തെ അറിയാൻ സാധിക്കും. അത് കേട്ടാണ് വരാനിരിക്കുന്ന ആപത്തിൽ നിന്നും അവര് രക്ഷപ്പെടുന്നത്. അതുപോലെ ഇപ്പോഴും വരുണും ചന്ദ്രികയും കാരണം അപകടം ഉണ്ടാകുമെന്നുള്ളതും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നേരത്തെ അവരോട് പറഞ്ഞിട്ടുണ്ടാവും. ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും വൈദേഹി ദേവനെയും കൊണ്ട് ഇരുചെവി അറിയാതെ ഹോസ്പിറ്റലിൽ നിന്നും എങ്ങോട്ടോ പോയത്. അതല്ലാതെ അവർക്ക് മറ്റൊരു ആപത്തും ഉണ്ടായിട്ടുണ്ടാവില്ലമ്മേ. നിന്റെ നാവ് പൊന്നാവട്ടെ മോള്. അവര് ജീവനോടുണ്ടെന്ന് അറിഞ്ഞ മാത്രം മതി. ഇനി അവരെവിടെയാണെങ്കിലും സുരക്ഷിതരായിട്ടിരുന്നാ മതി. ആപത്തെല്ലാം മാറിയ ശേഷം പിന്നെ വീട്ടിലോട്ട് വരട്ടെ. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോഴാ എനിക്ക് പിന്നെയും പേടിയാവുന്നത്. വൈദേഹി കൂടെ ഉണ്ടല്ലോ അമ്മേ. അവൾ ഉള്ളപ്പോ ദേവന്റെ ജീവൻ ഒരു അപകടവും ഉണ്ടാവില്ല. ഏത് ശക്തി വന്നാലും അതിനോട് പോരാടി സ്വന്തം ഭർത്താവിന്റെ പ്രാണൻ അവൾ ഉറപ്പായും രക്ഷിച്ചിരിക്കും. അമ്മ ധൈര്യമായിട്ടിരിക്കും. നിലമാളികയിൽ നിന്നും കാണാതായ ആദ്യ ദമ്പതിമാരുടെ ആഭരണങ്ങൾ കൊണ്ടുവന്ന് അലങ്കാരം നടത്തിയില്ലെങ്കിൽ സാക്ഷാൽ മഹാദേവനും നിങ്ങളെ രക്ഷിക്കാനാവില്ല. മോളെ വൈദേഹി, ഇതാണല്ലോ മഹാദേവന്റെ ആഭരണങ്ങള്. എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ ദേവി. എന്റെ ദേവേട്ടൻ കണ്ണു തുറക്കണം. എനിക്കത് മാത്രം മതി.
നിന്റെ ആഭരണങ്ങൾ ഞാൻ നിനക്ക് തന്നില്ലേ? ഇനി എന്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. എന്റെ ദേവേട്ടന് ഇനി ഒരു ആപത്തും ഉണ്ടാവരുത്. മോളെ വൈദേഹി, ആ പൂർണ്ണാഹൂതി ഹോമകുണ്ടത്തിൽ സമർപ്പിക്കുക. ഹോമം സമ്പന്നമാകും. ശരി ഗുരുക്കളെ. അങ്ങോട്ടിട്ടേക്കുക. ഹര ഹര മഹാദേവ ശംഭോ ശങ്കര. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഹര ഹര മഹാദേവ. ഓം നമ ശിവായ. എന്റെ ദേവേട്ടന്റെ ജീവൻ തിരിച്ചു താ ഭഗവാനെ. എന്റെ ദേവേട്ടൻ ഇല്ലെങ്കിൽ ഞാനും എന്റെ മോളും ജീവിച്ചിരിക്കില്ല. എന്റെ ദേവേട്ടന്റെ ജീവൻ എനിക്ക് തിരിച്ചു താ. ദേവേട്ടന്റെ ജീവൻ തിരിച്ചു താ.